നമസ്കാരം. മന്ത്രവാദത്തിനിടെ മന്ത്രവാദിയും യുവാവും പുഴയിൽ മുങ്ങി മരിച്ചു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം നടന്നത്. മന്ത്രവാദി ഹസൻ മുഹമ്മദ്, 18-കാരനായ കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. മന്ത്രവാദ ക്രിയകൾ നടത്തുന്നതിനിടെയാണ് അപകടം നടന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹസന്റെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ മന്ത്രവാദം നടന്നത്. ഇരുവരും ചില ക്രിയകൾ നടത്തുവാനായാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. ഇതിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് മകന് ജോലി ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിത്തെരുവിലെ ഹസൻ മുഹമ്മദിന്റെ വീട്ടിൽ മന്ത്രവാദ ക്രിയയ്ക്കായി യുവാവിന്റെ കുടുംബം സമീപിച്ചത്. ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും എത്തി. പിന്നാലെ വീട്ടിൽ വെച്ച് മന്ത്രവാദ ക്രിയകൾ നടത്തുകയായിരുന്നു. ഇതിനുശേഷം ഉച്ചയോടെയാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് ഇരുവരും ഒഴുക്കിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ ഏകദേശം ഒരു 10:30 ഈ കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലേക്ക് എത്തിയത്. ഹസൻ മുഹമ്മദിന്റെ വീട്ടിലാണ് ദുർമന്ത്രവാദ ക്രിയകൾ നടന്നത്. ഇതിനുശേഷം പരിഹാര ക്രിയയ്ക്കായി ഹസൻ മുഹമ്മദും യുവരാജും പുഴയിലിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ചിറ്റൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ 2 മണിക്കൂർ നേരം പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. എന്നാൽ പാലക്കാട് മന്ത്രവാദിയും യുവാവും മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ഇല്ല എന്നും പുഴയിൽ മുങ്ങിപ്പോയ യുവാവിനെ രക്ഷിക്കുന്നതിനിടെ മന്ത്രവാദിയും മുങ്ങിപ്പോവുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ഭർത്താവിനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിന് മുറിവേറ്റ് സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഭാര്യയെ അയൽവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റിക്കോൽ പയ്യന്തങ്ങാനം കെ സുരേന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ ഭാര്യ സിമി കാസർഗോഡ് ചെങ്ങളയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെ 8:30 ഈ ഒരു സംഭവം നടന്നത്. കഴുത്തിൽ മുൻഭാഗത്ത് വാക്കത്തി കൊണ്ട് മുറിവേറ്റ നിലയിൽ സിമി അയൽ വീട്ടുകാരെ സമീപിക്കുകയായിരുന്നു. ഭർത്താവ് വെട്ടിയതാണെന്ന് സിമി അറിയിച്ചതിനെ തുടർന്ന് അയൽവാസികൾ ഓടിയെത്തി. വിവരമറിഞ്ഞ് വീടിനടുത്തുള്ള ബന്ധുക്കൾ സുരേന്ദ്രനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീടിനകത്ത് ഏണിപ്പടിയുടെ കൈവരിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ 1.5 വയസ്സും 5 വയസ്സുമുള്ള മക്കൾ അടുത്ത മുറിയിൽ കിടക്കുകയായിരുന്നു. വെട്ടേറ്റ സിമി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം സുരേന്ദ്രൻ ജീവനൊടുക്കിയതാകാമെന്നാണ് സംശയിക്കുന്നത്. ഏറെക്കാലം പ്രവാസിയായിരുന്ന സുരേന്ദ്രൻ 3 വർഷമായി കുറ്റിക്കോലിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് വേടകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുറ്റിക്കൽ ഈ ഒരു നാട് തണിങ്ങിയ സംഭവം നടക്കുമ്പോൾ ആ വീട്ടിലെ 1.5യും 5 വയസ്സും പ്രായമുള്ള മക്കൾ മുറിയിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇത്തരത്തിൽ ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത്. ഈ സംഭവം അറിഞ്ഞ ബന്ധുക്കളായ അയൽവാസികൾ എത്തുമ്പോഴേക്കും കുട്ടികളിൽ ഒരാൾ ഉണർന്നിരുന്നുവെങ്കിലും നടന്നതൊന്നും അറിഞ്ഞിരുന്നില്ല. കുറ്റിക്കോൾ പയ്യന്തങ്ങാനത്താണ് ഇത്തരത്തിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് വീടിനകത്ത് തൂങ്ങി മരിച്ചത്. ഇവരുടെ മക്കളാണ് അച്ഛൻ മരിച്ചതും അമ്മ പരിക്കേറ്റ ആശുപത്രിയിലാണെന്നും ഒന്നും അറിയാതെ എന്നത്തേതും പോലെ വെള്ളിയാഴ്ച രാവിലെ ഉറക്കമുണർന്നത്. കുറ്റിക്കോൾ ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഈ സുരേന്ദ്രൻ. ഭാര്യ സിമി വീട്ടമ്മയും. രാവിലെ 8:10 സിമി ബന്ധുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ശേഷമാണ് ഇത്തരത്തിൽ കഴുത്തിൽ മുൻഭാഗത്ത് വാക്കത്തി കൊണ്ട് മുറിവേറ്റ നിലയിൽ സിമി അയൽ വീട്ടുകാരെ സമീപിച്ചത്. ആശുപത്രിയിൽ എത്തിക്കവെയാണ് വെട്ടേറ്റതെന്നാണ് സിമി പറയുന്നത്. ഇതിനുശേഷം സുരേന്ദ്രനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ബന്ധുക്കൾ സുരേന്ദ്രനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതും. ഇതിനിടെ കുട്ടികളിൽ ഒരാളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനായി ഇന്നത്തേതും പോലെ വീടിനടുത്ത് റോഡിലെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കാണാത്തതിനാൽ സിമിയെ ഫോൺ വിളിച്ചുവെങ്കിലും എടുത്തില്ല. ഡ്രൈവർ വീട്ടുമുറ്റത്തെത്തി വിളിച്ചുവെങ്കിലും ആരും പ്രതികരിക്കാത്തതിനാൽ തിരിച്ചു പോവുകയായിരുന്നു. വേടകം പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് രാത്രിയോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു.